ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. പാലക്കാട് എടത്തനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ടാപ്പിംഗ് തൊഴിലാളിയായ കോട്ടപ്പള്ളി സ്വദേശി ഉമ്മർ. ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ്. ഉമ്മറിന്റെ മുഖത്തെ പരിക്ക് ആന എടുത്തെറിഞ്ഞതിനാലാകാമെന്ന നിഗമനം. കൊച്ചിയിലെ ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിശദീകരണവുമായി ഇ.ഡി. അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അനീഷ് നടത്തുന്നത് മാധ്യമ വിചാരണ. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതും അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇ.ഡി. വിജിലൻസിൽ നിന്ന് കേസിന്റെ വിവരങ്ങൾ തേടി. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ നടപടി. പേരൂർക്കട എസ്.ഐക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവ്. എസ്.ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്ത് ഓർഡർ പുറത്തിറങ്ങി. ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ യുവതിയെ പോലീസ് പീഡിപ്പിച്ചത് മണിക്കൂറുകളോളം. വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തെന്നും ബിന്ദു. രാത്രി വെളുപ്പിന് 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ. പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. വെള്ളം ദാഹിച്ചപ്പോൾ പറഞ്ഞ് ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. ശശി തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്ന UDF കൺവീനർ അടൂർ പ്രകാശ്. പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് എന്തു പ്രവർത്തനവും നടത്താം. തരൂർ അതിന് പുറത്തു പോകാതിരിക്കട്ടെ എന്നും അടൂർ പ്രകാശ്. വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനം നടത്തുന്നതിനും ഒരു തെറ്റുമില്ല. പക്ഷേ വളയത്തിന് പുറത്തുപോയി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അതൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. തരൂരിന്റെ പരാമർശങ്ങൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയിട്ടില്ലെന്നും അടൂർ പ്രകാശ്. മുല്ലപ്പെരിയാറിൽ മരം മുറിക്ക് അനുവാദം നൽകി സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ തമിഴ്നാടിന്റെ അപേക്ഷ കേരളം കേന്ദ്രത്തിന് അയക്കണം. കേന്ദ്രം 3 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം. അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണം. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയില്ലെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. പുതിയ ഡാം എന്ന ആശയം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ യോഗം വിളിച്ച കളക്ടർ. തകർന്നത് കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ നിർമ്മാണം നടക്കുന്ന 6 വരി പാത. മതിലടക്കം പാത തകർന്നു വീണത് വാഹനങ്ങൾക്ക് മുകളിലേക്ക്. ദേശീയപാതയിൽ പലയിടത്തും വിള്ളലുകൾ. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മമ്പുറം വഴി തിരിച്ചുവിട്ടു. അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം ലഭിച്ചത് റിമാൻഡിലായി 4-ാം ദിവസം. ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി. താൽക്കാലിക VC നിയമനം തെറ്റെന്ന് ഹൈക്കോടതി. നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം. നാളെ കാലാവധി അവസാനിക്കുന്നതിനാൽ താൽക്കാലിക നിയമനങ്ങളിൽ ഇടപെടുന്നില്ലെന്നും കോടതി. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നുവെന്നും മന്ത്രി. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആ പദവിയിൽ വളരെയേറെ അഭിരമിക്കുകയും സ്വേച്ഛാധിപത്യപരമായിട്ട് ഇടപെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഓരോ കോടതി വിധിയും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാകാം കാരണമെന്ന് പ്രാഥമിക നിഗമനം. സ്ഥാപന പാർട്ണർമാർ തമ്മിലുള്ള തർക്കം അന്വേഷിക്കാനും തീരുമാനം. തീപിടുത്തത്തിൽ കേസെടുത്ത കസബ പോലീസ്. കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കെട്ടിടങ്ങളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് മേയർ ബീന ഫിലിപ്പ്. ആന്ധ്രയിൽ കാറിനുള്ളിൽ കുടുങ്ങിയ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചത് 6ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ. മരിച്ചവരിൽ 2 പേർ സഹോദരിമാർ. അപകടം കളിക്കുന്നതിനിടെ കാറിന്റെ ഓട്ടോ ലോക്ക് സംവിധാനം പ്രവർത്തിച്ചതോടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് കാറിന്റെ ചില്ല് തകർത്ത്.
സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മന്ത്രി വിജയ് ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വിജയ് ഷായുടെ അറസ്റ്റ് തൽക്കാലം പാടില്ലെന്നും കോടതി. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പാലക്കാട് വീണ്ടും കാട്ടാന ആക്രമണം. ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. എടത്തനാട്ടുകര സ്വദേശി ഉമ്മറിനാണ് കാട്ടാന ആക്രമിച്ചത്. ഉമ്മറിന്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. കാട്ടാന എടുത്തെറിഞ്ഞതാണെന്നാണ് നിഗമനം.